ഓണമായി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് സദ്യയുടെ ബഹളമായിരിക്കും. സാധാരണ അവിട്ടത്തിൻ്റെ അന്ന് വീട്ടിൽ ചെന്നാൽ അവിടെയും സദ്യയായിരിക്കും. ഇത്തവണ അപ്പോൾ സദ്യ വേണ്ട അവിട്ടത്തിൻ്റെ അന്നെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവിട്ടത്തിൻ്റെ അന്ന് അതാക്കി. ഒരു ഉരുളിയും ഒരു ചീനച്ചട്ടിയും ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഉരുളിക്കകത്തിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുത്ത് അടച്ചു വെച്ച് കൊടുത്തു. ഇപ്പുറത്തെ ചീനച്ചട്ടിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, തക്കാളിപ്പഴം എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നല്ലോണം ഇതുപോലെ അരച്ചെടുത്തു. ഒരു പേസ്റ്റ് എണ്ണയിലോട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വെള്ളനനൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടി വെച്ചു. ഇവിടെ നമ്മൾ വെച്ചിരുന്ന ചിക്കനൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി അതെല്ലാം വറ്റി നല്ലോണം വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളിയുടെ മിക്സിലോട്ട് നമ്മൾ ആ ഡ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തു. എക്സ്ട്രാ ഇനി വെള്ളം വേണമെങ്കിൽ അരപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരുന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ തോട്ടിലോട്ടൊക്കെ ഒന്ന് പോയി മീനെ പിടിക്കാനും ഒക്കെ. പണ്ട് ഈ തോടിൻ്റെ വരുമ്പത്തൊക്കെ നിന്ന് ഇങ്ങനത്തെ പൂക്കളൊക്കെ വെച്ചിട്ടായിരുന്നു അത്തപ്പൂ ഇട്ടിട്ടിരുന്നത്. ഇപ്പോൾ ആരും ഇറങ്ങാതിരുന്ന തോടെല്ലാം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു, നല്ല വെന്ത് സോഫ്റ്റായിട്ട്.